നമ്മൾ ഏജ് ആകുമ്പോഴത്തേക്കും നമ്മുടെ തലമുടി കാരണം നമുക്ക് കൂടുതൽ ഏജ് തോന്നിക്കും. അതെന്തുകൊണ്ടാണെന്നറിയാമോ? കുറച്ച് മിസ്റ്റേക്സുകൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് നമ്മുടെ ഹെയർ നമ്മൾ പ്രായമാകുമ്പോൾ തിന്നാവും, കട്ടി കുറയും മുടിയുടെ. പൊതുവേ ഫ്രണ്ട് വശം നമ്മുടെ നെറ്റിയുടെ മുകളിലോട്ടായിട്ട് ഒരുപാട് കട്ടി കുറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കും ഒത്തിരി കട്ടി കുറവാണ്. പക്ഷേ അത് കൂടുതൽ എടുത്തറിയിക്കും ചില തെറ്റുകൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ആ ഒരു 4-5 തെറ്റേ ഉള്ളൂ. ആ തെറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ മിസ്റ്റേക്ക് നമ്മൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വർഷങ്ങളോളം ഒരേ ഹെയർ സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരിക്കൽ നമ്മൾ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ഹെയറിന് കുറച്ച് ഉള്ളു തോന്നിക്കും. അതായത് ചില ആൾക്കാരുണ്ട് എന്നും ഒരേ ഇടത്ത് ലൈൻ എടുക്കും. അങ്ങനെ ഒരിക്കലും എടുക്കരുത്. ലൈൻ മാറി മാറി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടെ കട്ടി തോന്നും മുടിക്ക്. നമ്മൾ എന്തെങ്കിലും ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി കട്ടി തോന്നും. അപ്പോൾ ഒരേ സ്ഥലത്ത് വർഷങ്ങളോളം ലൈൻ എടുക്കാതിരിക്കുക. ആ ലൈൻ എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വർഷങ്ങളോളം ഒരേ ഹെയർ സ്റ്റൈല് നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ച് മാറ്റം ഉണ്ടാവും. പിന്നെ നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും കുറച്ച് സോഫ്റ്റ് ലെയേഴ്സ് കട്ട് ചെയ്തിടുകയോ ഒക്കെ ചെയ്യാം. മുടി നീളം കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഏജ് ഡിഫറൻസ് തോന്നിക്കും. പിന്നെ കുറച്ച് ഏജ് ആകുന്തോറും നമ്മൾ മുടി അധികം ശ്രദ്ധിക്കാതിരിക്കും. നമ്മൾ കുറച്ച് മുടിയെ ശ്രദ്ധിക്കണം. ഒരാഴ്ചയിലൊരിക്കൽ നല്ല ഹോട്ട് ഓയിൽ ഹെയർ മസാജ് കൊടുക്കാം. പിന്നെ കുറച്ച് വോളിയം തോന്നുന്ന തരത്തിലുള്ള ഷാംപൂ, കണ്ടീഷണർ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. വോളിയം നമുക്ക് കുറച്ച് തോന്നാൻ വേണ്ടിയിട്ടുള്ള ഹെയർ സ്റ്റൈൽ നമുക്ക് പരീക്ഷിക്കാം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് നമ്മളെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഹെയർ ഡൈ അല്ലെങ്കിൽ ഹെയർ കളറ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കറുത്ത കളർ അടിക്കും. ഈ കറുത്ത കളർ അടിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ മുഖത്തുള്ള എല്ലാ ചുളിവുകളും നമ്മുടെ മുഖത്ത് ഉള്ള എന്തെങ്കിലും പിഗ്മെൻറ്റേഷനോ എല്ലാം എടുത്തറിയിക്കും നമ്മളെ. ആളുകൾക്ക് നമ്മുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ അതെല്ലാം എടുത്തറിയിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ബ്രൗൺ ഷെയ്ഡുള്ള കളർ ഹെയറിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹെയർ ഡൈ ആണെങ്കിലും ഡാർക്ക് ബ്രൗണോ ഡീപ്പ് ബ്രൗണോ അങ്ങനെ യൂസ് ചെയ്യുക. ഒരുപാട് കറുപ്പെടുത്ത് ഒരു വല്ലാത്തൊരു ബ്ലാക്ക് അടിക്കുമ്പോൾ നമ്മുടെ ഏജ് കൂടുതൽ തോന്നിക്കും. ഇതെല്ലാം എടുത്ത് കാണിക്കുകയും മനസ്സിലാവും ആൾക്കാർക്ക് ഭയങ്കര കറുപ്പടിച്ചിരിക്കുന്നത് ഭയങ്കര വൃത്തികേടാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഹെയർ കെയർ റൂട്ടീൻ നന്നായിട്ട് ചെയ്യുക. ഹെയർ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയർ നല്ലോണം ശ്രദ്ധിക്കുകയും പിന്നീട് ഷാമ്പു ഇടുമ്പോൾ തന്നെ കണ്ടീഷണർ ഇടുകയും, ഇനി കണ്ടീഷണർ ഇട്ടാലും ആഴ്ചയൊരിക്കൽ മാസ്ക് എന്തെങ്കിലും ഇടുകയും, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന മാസ്ക് ആണെങ്കിൽ അതും നല്ലതാണ്. ഒരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കുക. പിന്നെ ഹെയറിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രോട്ടീനായിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. നമ്മുടെ ഹെൽത്ത് നേരെ നോക്കുക. പിന്നെ സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും ഡോക്ടേഴ്സ് തരികയാണെങ്കിൽ അത് നന്നായിട്ട് യൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഹെയർ കുറേ കൂടെ കാലം നന്നായിട്ട് ഇരിക്കും. പിന്നെ കുറഞ്ഞ ലോ ആയിട്ടുള്ള, അതായത് ഒരുപാട് കെമിക്കൽസൊക്കെ ഉള്ള ഹെയർ ഡൈസ് യൂസ് ചെയ്യാതിരിക്കുക. അത് ചെയ്യരുത്. അത് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത, നമ്മളെ ഹെയറും നശിക്കും, പൊഴിഞ്ഞും പോവും, നമ്മുടെ മുഖത്ത് മുഴുവൻ പിഗ്മെൻറ്റേഷനും ഉണ്ടാവും. കുറഞ്ഞ ഹെയർ ഡൈസ് ഒരിക്കലും ഉപയോഗിക്കരുത്. നല്ല ഇച്ചിരി പൈസകൾ നമ്മൾ മാസത്തിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ഹെയർ കളർ ചെയ്യുക. കൺസിസ്റ്റൻ്റായിട്ട് എന്നും അടിക്കാതിരിക്കുക. വീട്ടിൽ നിൽക്കുമ്പോഴൊന്നും അങ്ങനെ ഹെയർ കളർ വേണമെന്നില്ല. പിന്നെ നമ്മൾ പുറത്തൊക്കെ ഇപ്പോൾ നമുക്ക് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം, നമുക്ക് അടിക്കണമെന്ന് ആഗ്രഹം കാണും. അങ്ങനെയുള്ള നല്ല ഹെയർ കളേഴ്സ് വാങ്ങി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പാരബൻ, അമോണിയ ഇതൊന്നും ഇല്ലാത്ത ഹെയർ കളേഴ്സൊക്കെ വാങ്ങി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, പുറത്ത് പോകണം എന്നൊക്കെ സമയം ആകുമ്പോൾ നല്ലോണം ഷാമ്പൂ ഇട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഒരു ബ്ലോ ഡ്രയർ എപ്പോഴും വീട്ടിൽ വാങ്ങിച്ച് വെക്കണം. അപ്പോൾ ബ്ലോ ഡ്രൈ വെച്ച് ഒന്ന് മുടി ഉണക്കുമ്പം കുറച്ച് വോളിയം തോന്നിക്കും. അപ്പോൾ വോളിയം തോന്നിക്കുമ്പോൾ അതിലെ ഒരു ഹെയർ സ്റ്റൈലൊക്കെ വെക്കുമ്പോൾ അത് നല്ല ഭംഗിയായിട്ടിരിക്കും. ഈ ബ്ലോ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ പോലും അതിന് ടെക്നിക്ക് നോക്കിയിട്ട് യൂസ് ചെയ്യുക. ആദ്യമേ എടുത്ത് ഒരുപാട് കൂടിയ ചൂടടിക്കാതിരിക്കുക. കൂടിയ ചൂട് ആദ്യമേ എടുത്ത് അടിച്ചു കഴിയുമ്പോൾ മുടി ഒരുപാട് ഫ്രെസിനെസ് ഉണ്ടാകും. അതങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ അതിനൊരു റൂട്ടീനുണ്ട്. ആ റൂട്ടീൻ അനുസരിച്ച് ബ്ലോ ഡ്രയർ യൂസ് ചെയ്യുക. നല്ല ഒരു ബ്ലോ ഡ്രയർ വാങ്ങിച്ച് വയ്ക്കുക. തീരെ കുറഞ്ഞ ഒരു ഗുണമില്ലാത്ത ബ്ലോ ഡ്രയർ വാങ്ങിച്ചു വയ്ക്കരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സുകൾ നമ്മൾക്കുണ്ടാകുമ്പം നമുക്ക് പറ്റുന്ന എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര ഒരുങ്ങി റെഡി ആയിട്ടിരുന്നാലും നമ്മുടെ ഹെയർ സ്റ്റൈൽ കൊണ്ട് നമുക്കതൊരു ഭംഗിയില്ലാതാകും. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒരു പാർലറിൽ പോയി നമ്മൾ ഒരുങ്ങുമ്പോൾ തന്നെ അവർ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മളെ ഹെയറിലൊക്കെ ചെയ്യുന്നത്.
ഇപ്പം ചെറുപ്പക്കാരായ കുട്ടികളുടെ കല്യാണത്തിന് ഒരുങ്ങും പോലെ അല്ലല്ലോ ഇപ്പം നമ്മൾ ഒരു പാർലറിൽ പോയോ അല്ലെങ്കിൽ സലൂണിൽ പോയോ ഒരുങ്ങുമ്പോൾ അവരൊരു ചെറിയ മാറ്റമായിരിക്കും നമുക്ക് കൊണ്ടുവരുന്നത്. അതായത് കുറച്ച് ഇവിടെയൊക്കെ ഗ്രേ ഹെയർ ഉണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്യും. അത് കവർ ചെയ്യുന്ന അതും നമുക്ക് വാങ്ങാൻ കിട്ടും. ആ വാങ്ങാൻ കിട്ടുന്നത് എപ്പോഴും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളത് വാങ്ങുക. അപ്പം അതൊക്കെ വെച്ച് ഒരു ബ്ലാക്ക്, അതായത് തീരെ ബ്ലാക്ക് ആയിട്ടുള്ളത് വാങ്ങാതിരിക്കുക. ഡാർക്ക് ബ്രൗണോ ഡീപ്പ് ബ്രൗണോ ആയിട്ടുള്ള വാങ്ങിച്ചൊന്ന് ഗ്രേ ഹെയർ കവർ ചെയ്യുക. അപ്പം എന്നിട്ട് അവർ ഹെയർ ഒന്ന് പൊക്കി ചീവി ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് പഫ് ചെയ്തൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് അതിരിക്കും. ഇത് നമുക്ക് തന്നെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു മിസ്റ്റേക്സുകളൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും സുന്ദരികളായിട്ടിരിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ലവ് യു ഓൾ.